ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെ വേദപുസ്തകമുള്ളവരെല്ലാവരും എടുത്തു വെച്ച് എബ്രായർ 12-ന്റെ 1 മുതൽ 4 വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായ പരിചയമായ ഒരു വേദഭാഗമാണ്. 1 മുതൽ 4 വരെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ക്രിസ്തീയ ജീവിതം പൗലോസ് പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്, അതൊരു ഓട്ടത്തിന് തുല്യമാണ്. ഓട്ടത്തോട് ഓടുന്നതിനോട് ഊമിച്ചാണ് പൗലോസ് പറയുന്നത്. എങ്ങോട്ടാണ് ഓടുന്നത്? എവിടെ നിന്നാണ് ഓടുന്നത്? നമ്മൾ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്കാണ് ഓടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇഹത്തിൽ നിന്ന് പരത്തിലേക്കാണ് ഓടുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ളതായ ഒരു പ്രയാണമാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ ഓട്ടം. ഇവിടെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണം. ഇടയ്ക്കിട്ട് കളയരുത്. ഓട്ടം നിങ്ങൾ പൂർത്തീകരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒടുക്കമാണ് തുടക്കത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത്. തുടങ്ങാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാക്ഷ്യത്തിലും വചനത്തിലൊക്കെ കേട്ടപ്പോൾ ആദ്യത്തെ ലഹരിയിൽ നമ്മൾ തുള്ളിച്ചാടി മുന്നോട്ട് പോകും. പക്ഷേ തുടർന്ന് ചില പോരാട്ടങ്ങളും പ്രതിസന്ധികളും വരും. പാപത്തിൻ്റെ പ്രേരണ നമ്മളെ തടുക്കും. അങ്ങനെയുള്ള സമയത്ത് ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. നമ്മളുടെ തിരുവചനത്തിൽ പലപ്പോഴും നമ്മളുടെ കൈ ഉയർത്തി നമ്മൾ തീരുമാനം പറയിപ്പിക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. പക്ഷേ അത് പരിചയം കൊണ്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു പോയോ? ആ തീരുമാനങ്ങൾ കൈ ഉയർത്തി പറയുന്നത് സ്വർഗം കേൾക്കുകയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അതിന് പ്രയോജനമുണ്ട്, യാതൊരു സംശയമില്ല. ഞാനിങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു പോയല്ലോ എന്നുള്ളത്. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സ്ഥിരതയോടെ ഓടുക. എൻഡ്യൂർ ടു ദി ലാസ്റ്റ് എൻഡ്. സ്വർഗ വീട്ടിൽ ചെന്നിട്ടേ ഈ ഓട്ടം നിർത്താവുള്ളൂ. ലോത്തിന്റെ ഭാര്യയെപ്പോലെ ഇറങ്ങി പുറപ്പെട്ടവരൊരിക്കലും വിട്ടുപിരിഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് ഇടവരരുത്. 30 തവണയായിട്ട് നിന്ന് ഒരു ലജ്ജാപാത്രമായിട്ട് പോകാനായിട്ട് ഒരിക്കലും ഇടവരരുത്. സങ്കീർത്തനക്കാരൻ പറയും, ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേട്ടിലും കിടന്ന എന്നെ ബലമുള്ള ഒരു കരം പിടിച്ച് കയറ്റി പാറമേൽ നിർത്തി. അങ്ങനെ അവിടെ നിർത്തുകയല്ല ചെയ്ത്, അവനെൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവത്തിന് സ്തോത്രം. സ്ഥിരമായി അങ്ങോട്ട് ഓടണം. ഞാൻ വലിയ സ്പീഡൊന്നും വേണമെന്ന് പറയുന്നില്ല, സ്ഥിരമായി ഓടണം, വളരെ കരുതലോടെ. ഇത് കേൾക്കുമ്പോൾ ചില പിന്മാറ്റക്കാരില്ലേ, തളർന്നു നിൽക്കുന്നവരില്ലേ, വീഴ്ച പറ്റിയവരില്ലേ? ഒരിക്കലും ഇങ്ങനെ ഒരു തരിപ്പണമായി പോകുന്ന ഒരു ജീവിതം വരുമെന്ന് ധരിച്ചില്ലല്ലോ. ഞാൻ പലരുടെയും ജീവിതത്തിൻ്റെ വേദന കേട്ടതിന് ശേഷമാണ് ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെയോ മറ്റ് ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടോ? ആത്മീയ ജീവിതത്തിൽ തറപറ്റി വീണ് കിടക്കുന്നവർ, തിരുത്താൻ വയ്യാത്ത ചില തെറ്റുകൾ ചെയ്തവർ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില വേദനയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ്, സാറേ പറ്റിപ്പോയല്ലോ, ഇനി ആശയ്ക്ക് വല്ല വകയുണ്ടോ? എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കുമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളോട് വ്യക്തിപരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. മകനെ, നീ നിരാശപ്പെടണ്ട. ആശയ്ക്ക് വകയില്ലാത്ത ആരും ഇത് കേൾക്കുന്നില്ല. സ്വർഗം നിങ്ങളുടെ മധ്യത്തിൽ തുറന്നിരിക്കുകയാണ്. നമ്മെ നടത്തുവാൻ ഒരു ദൈവമുണ്ട്. വീഴാതെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ മഹിമാസന്നിധിയിൽ എത്തിക്കാൻ കഴിവുള്ള കരമുണ്ട്. ആ കരത്തിലേക്കല്ലേ നമ്മളുടെ ജീവിതം കൊടുത്തിരിക്കുന്നത്. ഞാൻ പുതിയ തത്വമല്ലോ നിങ്ങളോട് പറയുന്നത്.
ഈ ജീവിതം നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ഹല്ലേലൂയ. മുഴുവനായി അങ്ങ് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? എന്ത് സുഖമെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഞാൻ ഈ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നത് നോട്ട് ബിക്കോസ് ഐ ആം ഓൾ റൈറ്റ്, ഐ ആം ടോട്ടലി റോങ് ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ്. 100% ഞാൻ ചീത്തയാണ്. ഇങ്ങനെ തകർന്നു പോയതായി ജീവിതം, വൃത്തികെട്ട ജീവിതം എന്തിനാണ് എൻ്റെ കരങ്ങളിലേക്ക് തരുന്നത്? യു ക്യാൻ മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള അരുമനാഥൻ്റെ രക്തം പോരേണ്ട കരം. ഞാൻ നിങ്ങളുടെ വികാരം ഇളക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കരം നമ്മളുടെ മധ്യത്തിൽ താണിറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ യേശുവിന് യാഥാർത്ഥ്യമാണ്. പൊന്നുതമ്പരൻ നടത്തുന്ന ഒരു കൂട്ടായ്മയും ആ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടി വരുത്തിയ ദൈവമക്കളുമാണ്. നിങ്ങളുടെ ജീവിതമായിരിക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. സ്ഥിരമായി ഓടുവാൻ ആവശ്യമായിരിക്കുന്ന 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വർഗവീട്ടിൽ എത്തണമല്ലോ നമ്മളുടെ ഓട്ടം. അത് സ്വർഗവീട്ടിൽ എത്താൻ വേണ്ടി ഓട്ടം തികച്ച ദൈവമക്കൾ നോക്കേണ്ടതായ 4 രംഗങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോരുത്തരും ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ഓട്ടം സ്വർഗത്തിൽ ചെന്ന് കാലുകുത്തി സ്വർഗബളങ്ക് നദീ തീരത്ത് സന്തോഷത്തോടെ ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് എങ്ങോട്ടാണ്? ഓട്ടക്കാരൻ നോക്കേണ്ട 4 രംഗങ്ങൾ. 4 എൻകറേജിങ് ഫാക്ടേഴ്സ്. ഒന്നാമത്തെ കാര്യം വായിച്ചേ, 12:1 വായിച്ചേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആദ്യം ആരെ നോക്കണം? ചുറ്റും നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹത്തെ നോക്കണം. ആദ്യം അത് പറയുന്നത്. നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ലുക്ക് അറൗണ്ട് ദ വിന്നേഴ്സ്. ലുക്ക് ആരെ നോക്കണം? ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്. 15-ാം അധ്യായം അത് മുഴുവനാണ് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമാണ്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് മകനെ നീ പറയുന്നത് സത്യമാണ്. പത്രോസ്ലീഹ പറയുന്നുണ്ടാകും, പൗലോസ്ലീഹ പറയുന്നുണ്ടാകും, യാക്കോസ്ലീഹ പറയുന്നുണ്ടാകും, യോഹന്നാസ്ലീഹ പറയുന്നുണ്ടാകും, തമ്പുരാനെ പറ്റി അമ്മ പറയുന്നുണ്ടാകും, നമ്മളുടെ പപ്പായി നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ പറയുന്നുണ്ടാകും. ദൈവത്തിൻ്റെ സ്തോത്രം. മക്കളോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു സ്വർഗമുണ്ട്, ജയജീവിതം സാധ്യമാണ്, സ്വർഗത്തിൽ എത്തുന്നവരെയും ഓടുവാനായിട്ട് സാധിക്കും. 15-ാം അധ്യായം മുഴുവൻ അതിന് നീണ്ട ഒരു പട്ടികയാണ്. ജീവിതത്തിൽ പോരാട്ടത്തെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി ഓട്ടം തികച്ച് സന്തോഷത്തോടെ ആർപ്പോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷികളുടെ ഒരു സമൂഹം. അവരെന്താണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. അവരുടെ 2 തരത്തിലുള്ള സാക്ഷികളാണ് അവർ. ഒന്ന്, ഭൂമിയിൽ സാക്ഷ്യത്തോടെ ജീവിച്ച് കടന്നുപോയവരാണ്. ഭൂമിയിൽ സാക്ഷ്യത്തോടെ ജീവിച്ചു സാക്ഷ്യം പറഞ്ഞവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അവരിവിടെ ഇല്ല. പക്ഷെ ഞാനിത് പ്രസംഗിക്കുമ്പോഴും നിങ്ങളവിടെ ഇരിക്കുമ്പോഴും സ്വർഗത്തിൽ നമ്മുടെ ഓട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷികളാണ്. 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, ഇവിടെ ദൈവത്തിന് സ്തോത്രം സാക്ഷി ജീവിതം നയിച്ചവരാണ്, സാക്ഷികളായി ജീവിച്ചവരാണ്. ഇപ്പോൾ അവരിവിടെ ഇല്ല. ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതിനാണ്? നമ്മളുടെ ഓട്ടത്തിനാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകേണ്ട. ദൈവത്തിന് സ്തോത്രം. നല്ല പോർ പോരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഈ കിരീടം ധരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ സന്തോഷത്തിന്റെ മണവറയിൽ ആനന്ദത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അത് ദൈവമക്കളെ ഒരു വലിയ കാര്യമല്ലേ? തോറ്റവരിലേക്ക് നിങ്ങൾ നോക്കല്ലേ, ഇട്ടുപോയവരിലേക്ക് നിങ്ങൾ നോക്കല്ലേ. ഹല്ലേലൂയ. ഇങ്ങനെ ജയാളികളായി അവിടെ നിൽക്കുന്ന വിശുദ്ധന്മാർ, ദാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വലിയ ഒരു ദൃഷ്ടാന്തമാണ്, വലിയൊരു പ്രോത്സാഹനമാണ്. എബ്രായർ 10 നോക്കി. എബ്രായർ 10 അധ്യായത്തിന്റെ 38-39 വാക്യങ്ങളിൽ ഒരു പ്രബോധനം പോലെ പൗലോസ് പറഞ്ഞു തന്നെ. എന്താണ് വായിച്ചേ? എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. എല്ലാവരും കേട്ടോ? അത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കോ? ദൈവത്തിന് സ്തോത്രം. പിന്മാറുകയില്ല. ഉറപ്പാണ് നിങ്ങൾക്ക്. പിന്മാറുകയില്ല. സ്ഥിരതയോടെ ഓടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരണം ഓട്ടം തികച്ച സാക്ഷികളുടെ സമൂഹം ജയഭയേരി മുഴക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്,
എന്താണ്? ലുക്ക് എറൗണ്ട് അറ്റ് ദ വിന്നേഴ്സ്. ജയാളികളായ സാക്ഷികൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ നോക്കി ധൈര്യം പ്രാപിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത് എന്താണ്? ഒന്നാമത്തെ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ നാമും സാക്ഷികളിൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓടാൻ നിങ്ങൾ ഇറങ്ങിയവരല്ലേ? ഓട്ടം തികച്ച കുറച്ച് പേരെ നിങ്ങൾ കണ്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ വിശുദ്ധന്മാരുടെ നിരയിലേക്ക് ഞാൻ എത്തണമെങ്കിൽ രണ്ടാമത് നോക്കേണ്ടത് ലുക്ക് അറ്റ് യുവർ സെൽഫ്. ഹല്ലേലൂയ. ദൈവത്തിന് പാൻറ്റും കോട്ടും എല്ലാം വിട്ടുകൊണ്ട് ഓടാൻ പറ്റുമോ? നിങ്ങൾക്കറിയാൻ പാടില്ലേ? ടി വിയിലൊക്കെ കാണുന്നില്ല മത്സര ഓട്ടം. പലതും ഊരിക്കളയേണ്ടതായിട്ട് വരും. തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാം കണ്ടുപിടിച്ച് റിമൂവ് എവറിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് യുവർ പ്രോഗ്രസ്. ജീവിതത്തിൽ ശക്തിയോടെ കരുത്തോടെ മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കുന്ന സകലത്തെയും, ഹല്ലേലൂയ, പാപവും ഭാരവും. ആദ്യം പറഞ്ഞേക്കണ ഏതാന്ന് പറഞ്ഞേ? സകല ഭാരവും. അടുത്ത വാക്കാണ് മുറുകെ പറ്റുന്ന പാപവും. പാപത്തേക്കാൾ ഭയാനകമായിട്ടാണ് ഭാരം പറഞ്ഞിരിക്കുന്നത്. ചോടി ഒന്നുണ്ടോ ഓടാൻ പറ്റുമോ? വലിയ മുതുകത്തോ തലയിലോ ഒരു ഭാരം വെച്ചുകൊണ്ടോ ഓടാനായിട്ട് പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തടസ്സങ്ങളെ തകർത്ത് മുന്നോട്ട് പോകണം. വായിച്ചേ 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടും എതിർത്ത് നിന്നിട്ടില്ല. എന്ത് സുഖാന്നറിയാമോ? നിങ്ങളൊരു തീരുമാനം ഉറപ്പായിട്ടങ്ങ് എടുത്തേ. തീരുമാനം നിങ്ങളുടെ പക്ഷത്തു നിന്ന്. എപ്പോഴും പറയുന്നൊരു വാക്കല്ലേ, അറിഞ്ഞുകൊണ്ട് ഈ നരകത്തിൻ്റെതായ പാപം എൻ്റെ ജീവിതത്തിൽ ഞാൻ തീണ്ടാൻ അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ആബ്സല്യൂട്ട്ലി നോട്ട്. ഇത്രയും 10,000-കണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നില്ലേ? ഒന്ന് തീരുമാനിച്ചേ നിങ്ങൾ. ശത്രു ലജ്ജിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. സാത്താൻ ഇളകി മറിഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കുന്ന ദൈവമക്കളുടെ മക്കള് അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവർ മരിക്കേണ്ടി വന്നാലും അരുതാത്തൊരു വാക്കില്ല. ദൈവത്തിന് സ്തോത്രം. കൈ നിനക്ക് ഇറച്ചു വരുന്നെങ്കിൽ വെട്ടിയെടുത്ത് എറിഞ്ഞു കളയുക. കണ്ണാണോ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. അത് കുത്തിക്കീറി കളയാനല്ല പറഞ്ഞത്. എനിക്ക് പാപത്തിൻ്റെ അഴുക്ക് പറ്റി വൃത്തികെട്ട ദുർഗന്ധമുള്ളതായ ഒരു അവയവം വേണ്ട. എന്തേ നിങ്ങൾ തീരുമാനിക്കാതെ? ഇത് തീരുമാനിക്കാതെ ഒഴുക്കിനൊത്ത് ഒഴുകിക്കൊണ്ട് നിങ്ങൾ വന്നിട്ട് എന്താ കാര്യം? ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പാടില്ല. പരിപാടി വല്ലതും ഉണ്ടോ അതിന്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പാപത്തെ താലോലിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിൽ മുന്നോട്ട് പോകാനൊക്കുകയില്ല. ഉരിഞ്ഞു കളയുക അതെല്ലാം. ഹല്ലേലൂയ. ദൈവത്തിന് 1 കൊരിന്ത്യർ 9:27 വായിച്ച്. കൊരിന്ത്യർ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒന്ന് തീരുമാനിച്ച്. ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ അനുഭവത്തോട് ചേർത്ത് പറയാം. തീരുമാനം വളരെ വ്യക്തമാണോ അതിൽ ജയിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം തരും. തീരുമാനം നമ്മളുടെ പക്ഷത്തു നിന്ന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തവും സ്പഷ്ടവും നീതിവുമായിരിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ ദൈവത്തിന്റെ കൃപ പകർന്നു തരുന്നൊരു ദിവസമാണ്. രക്തം മാർന്നടിക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാൽവറിയിൽ എനിക്ക് വേണ്ടി പാപരിഹാര ബലിയായി തീർന്ന കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞ് ദൈവത്തിന് ഹൃദയം കാണുന്ന ദൈവം അത് കേൾക്കട്ടെ. സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചാറ് വാർന്നടിക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളുരുകിയൊന്ന് പറഞ്ഞ് ഹല്ലേലൂയ, കർത്താവേ, ഈ നിമിഷം വരെയും എൻ്റെ ജീവിതത്തിൽ വന്ന സകല പാപവും കർത്താവെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. അത് സമ്പൂർണമായി ഒന്ന് കഴുകി തന്നാൽ ഹല്ലേലൂയ, 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 ഇനി ഞാൻ ഒരു തെറ്റിലേക്കില്ല എന്ന് പറയുന്ന ദൈവമക്കൾ ആരെല്ലാം ഇന്നിവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്? തീരുമാനിച്ച നിങ്ങൾ ആരെല്ലാം? ദൈവത്തിന് സ്തോത്രം. തീയിറങ്ങും ദൈവമക്കളെ. ഹല്ലേലൂയ. പാവപ്പെട്ട അടിയനൊന്നും പറയുകയല്ല. ഈ കുഞ്ഞാടിൻ രക്തം ഗുണകരമായി സംസാരിക്കട്ടെ. ഈ ക്രൂശിനെ കെട്ടിപ്പിടിച്ചോ നിങ്ങൾ. പാവപ്പെട്ട അടിയനും അത് വാച്യാർത്ഥത്തിൽ ചെയ്യുകയാണ്. രക്തം വാർന്നൊലിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കൊടുമ്പാവിയും വേശ്യാവൃത്തിക്കാരൻ
വ്യഭിചാരക്കാരനും ദൈവത്തിന് സന്നിക്ഷക്കാരനും അഹങ്കാരിയും ദൈവത്തിന് മദ്യപാനിയും വൃത്തികെട്ടവൻ ആരല്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ സകലതും കാണുന്നുവല്ലോ, ഹൃദയങ്ങളെ നീ നോക്കി കാണുന്നുവല്ലോ. ആരെല്ലാം ഈ രക്തമൊലിക്കുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് വന്നു, എല്ലാവർക്കും ക്രൂശിനെ കെട്ടിപ്പിടിക്കാനൊരു അവസരം എൻ്റെ കർത്താവ് തന്നിരിക്കുകയാണ്. രക്തം എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന രംഗമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോരോ പാപങ്ങളുമായിട്ട് ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ ഈ മക്കളെ, ഞാൻ എല്ലാ പാപത്തെയും ഉപേക്ഷിക്കുകയാണ്. ഇനി ഞാൻ ദൈവത്തിന് സ്തോത്രം നിനക്ക് ഒരു വാക്ക് തരികയാണ്. ഇപ്പോൾ നിന്റെ തങ്കച്ചോര കൊണ്ട് എൻ്റെ പാപക്കറകൾ മുഴുവനായി ഒന്ന് കഴുകി തന്നാൽ ഇന്നു മുതൽ ഹല്ലേലൂയ, 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 ഞാനൊരു വിശുദ്ധയായി ജീവിക്കും. അതിനാവശ്യമായിരിക്കുന്ന കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നു തരികയാണ്. ആരെല്ലാം പറഞ്ഞു? ദൈവത്തിന് വ്യാജം കാണിക്കാതെ, ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി ചോദിക്കുകയാണ്, വ്യാജം കാണിക്കാതെ, നുണ പറയാതെ, ദൈവത്തിന് സ്തോത്രം, ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതുവരെ വന്ന പാപങ്ങളെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് മോചിച്ചു തന്നാൽ, മോചിച്ചു തരികയും ചെയ്യും. ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധ ജീവിതം തുടങ്ങിക്കൊള്ളാമെന്ന് തീരുമാനിക്കുന്നവരാരെല്ലാം ഉണ്ടെന്ന് കരമുയർത്തുകയും, ആരെല്ലാം ഉണ്ട് വ്യക്തമായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കരമുയർത്തിയവരുടെ പാപക്കറകൾ കർത്താവ് ക്രൂശിൽ ചേർന്ന് തങ്കച്ചോര കൊണ്ട് കഴുകി വെടിപ്പാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപമോചനത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപം മാറുകയാണ്, രോഗം മാറുകയാണ്, ശാപം മുറിയുകയാണ്, കരിക്കട്ട തീ പിടിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണവരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, ജയാളികളെ നോക്കണം. രണ്ട്, എന്നിലേക്ക് നോക്കണം. നോക്കിപ്പറ്റി പലതെല്ലാം കണ്ടു, വേണ്ടെന്ന് വെച്ചു, ഉറപ്പാണല്ലോ. മൂന്നാമത്തെ കാര്യം എന്താ? 12:2 വായിച്ച്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. വളരെ വ്യക്തമാണ്. മൂന്നാമതാരെ നോക്കണം? ലുക്ക് അറ്റ് ജീസസ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ശക്തിയോടെ വ്യാപരിക്കുന്നു. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഒരു പുതിയ തുടക്കം കുറിച്ചു. പഴയ പാപത്തിലേക്കും വേണ്ടാദിനത്തിലേക്കൊക്കെ നോക്കിയിടുന്നു. പിന്നീട് നമ്മുടെ പാപത്തിലേക്ക് നോക്കി. ഇനി ആ പാപത്തിലേക്കല്ല നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹി ഈസ് ദ ബിഗിനർ ആൻഡ് ദ ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും അടുത്ത വാക്കെന്താ? പൂർത്തീകരിക്കുന്ന. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നെ അവിടെ എത്തിക്കും. ഞാനൊരിക്കൽ ദൈവത്തിന് സ്തോത്രം എത്തിക്കും. നമ്മളിവിടെ ഒന്നിച്ച് കാണണ്ടേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിനൊറ്റ കാര്യം മതി, കീപ്പ് ഐസ് ഓൺ ജീസസ്. ഏത് പാമ്പാ കടിച്ച്? ആ കടിച്ചതായ വ്രണങ്ങൾ എന്തുമാത്രമുണ്ട്, മുറിവ് എന്തുമാത്രമുണ്ട്, അതിലേക്കൊന്നും നോക്കണ്ട. ഒരുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുത്തനെ ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ചങ്കിനകത്ത് ഞാൻ ഇരിപ്പിടം കൊടുത്തിരിക്കുന്ന പ്രാണപ്രിയ രക്തമണവാളനാണ്. ദൈവത്തിനോ സ്തോത്രം. ദൈവമക്കളെ നമ്മളെ നടത്താൻ ഒരു യേശുവുണ്ട്. ഞങ്ങളെയൊക്കെ മുഴുവനായിട്ട് മറക്കുക, വേറെ ഒന്നിലേക്ക് നോക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തൻ നമ്മുടെ മുന്നമേ പോകുന്നുണ്ട്. ദൈവത്തിനോ സ്തോത്രം. അതിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? മുഴുവനായിട്ട് യേശു. ഇപ്പോൾ എൻ്റെ കർത്താവ് ഇങ്ങനെ നോക്കുകയാണ്. ആരെല്ലാം എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. വേറെ ആരിലേക്ക് കണ്ണുപോകരുത്. തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവരൊന്ന് വേഗം പാടിക്ക്. യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. ഈ തീർത്ഥയാത്രയിൽ എല്ലാവരും ചേർന്നേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ശത്രു ലജ്ജിക്കട്ടെ.
വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പാപത്തോട് യാത്ര പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം കൺമുമ്പിൽ നിറഞ്ഞ് കണ്ടുകൊണ്ട് ആത്മാവിന്റെ ആരാധനയുടെ സ്തുതി ഉയർത്തിക്കൊണ്ട് ഓടിയാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന കാലുകൾ സ്വർഗവിളക്കുന്ന ഈ തരത്തിൽ നിർത്തും. ഒന്ന്, എങ്ങോട്ട് നോക്കണം? ദൈവത്തിന് സ്തോത്രം, എറൗണ്ട് ദ വിന്നേഴ്സ്, സാക്ഷികളുടെ സമൂഹത്തെ നോക്കണം. 2000 ലുക്ക് അറ്റ് യുവേഴ്സെൽഫ്, പാപത്തെ കൊണ്ട് എന്നോട് യാത്ര പറഞ്ഞു. പിന്നെ ആരെ നോക്കിക്കൊണ്ടാണ്? ലുക്ക് അറ്റ് ജീസസ്, യേശുവിനെ നോക്കാനുള്ള യാത്ര. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം 12:2 വായിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. വായിച്ചോ? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും വായിച്ചോ? ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്ത് നോക്കണം? ലുക്ക് അറ്റ് ദി ക്രൗൺ ഓഫ് ഗ്ലോറി. അങ്ങനെ നോക്കി ദൈവത്തിന് ഒരു കാഴ്ച കാണാം. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ പൂർത്തീകരണമുണ്ട്. ഹല്ലേലൂയ. ക്ഷീണിച്ച് മടുക്കാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം മുന്നോട്ട് ഓടിക്കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് പ്രായമായ ഒരു കിരീടം അവിടെ കർത്താവ് വെച്ചിട്ടുണ്ട്. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. പൗലോസ്ലീഹ മരിക്കാൻ തുടങ്ങിയാണ്. കഴുത്ത് വെട്ടി. ദൈവത്തിന് സ്തോത്രം. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച്, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി. അത് കർത്താവേ എനിക്ക് മാത്രമല്ല, അവങ്കൽ പ്രിയമ്മച്ച ഏവർക്കും കൂടെ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് അങ്ങ് മരിച്ചു വീഴുകയാണ്. കാണുന്നൊരു കാഴ്ചയുണ്ട്. അരുമനാഥനും കിരീടവുമായി വാതുക്കൾ നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. 1 കൊരിന്ത്യർ വേഗം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 9:24-25, 1 കൊരിന്ത്യർ 9:24-25. ഞാൻ എല്ലാവരുടെയും തലയിൽ ഒരു കിരീടം മനസ്സിൽ കണ്ടോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചേ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. വായിച്ചു. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടമാണ് ഇവിടെ ഓടിയാ കിട്ടുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്നതോ? നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായോ? എന്ത് മനോഹരമായ ഒരു ജീവിതം ദൈവമക്കളെ. ഒരു കിരീടം കണ്ടുകൊണ്ടുള്ളതായ ഒരു ജീവിതം. പരിശുദ്ധ പാറക്കലീത്ത എനിക്ക് വേണ്ടി മുടയുന്ന, ഹല്ലേലൂയ, ഈ വാർദ്ധക്യത്തിലും അതേ കൊതിയുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതൊരു സത്യമാണ്, സ്വർഗമൊരു യാഥാർത്ഥ്യമാണ്. ഈ വയസ്സിൻ്റെ തലയ്ക്ക് ഭാഗമായ ഒരു കിരീടം പാറക്കലീത്ത മെടയുന്നുണ്ട്. അതെൻ്റെ പൊന്നു കർത്താവിൻ്റെ ആണിപ്പോൾ പ്രകാരം ഈ തലമേൽ വെച്ച് തരും. പിന്നെ ജീവിതത്തിൽ മറ്റൊരു ബുദ്ധി കൊണ്ട്, അത് എനിക്ക് മാത്രമല്ല, ഞാൻ ഈ കാണുന്ന എല്ലാ ദൈവമക്കളും ഈ കിരീടം ചൂടിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം. നല്ലവനായ കർത്താവിനെ നമുക്ക് പാടി പുകഴ്ത്തണം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നന്ദിയോടെ സ്തോത്രം. പോരാടിക്കൊണ്ട് ഓടുക. ജയത്തിൻ്റെ കിരീടം നിങ്ങൾക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ.